ട്രൂ ടി വി കേരള സൂരജ് പാലാക്കാരൻ ഭയങ്കര സംഭവം എന്നാണ് പറയുന്നത്. പുള്ളി ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ ഒരു രൂപത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ പോയി വീഡിയോ എടുക്കുന്ന പോലെ പാവം ഹിന്ദിക്കാരെയൊക്കെ പറ്റിച്ചു. പക്ഷേ നല്ലൊരു സംഭവമായിട്ടുണ്ട്. പുള്ളി ഹിന്ദിക്കാരുടെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ സെലിബ്രിറ്റി പോലെ ഇങ്ങനെ വീഡിയോ എടുക്കുക എന്നുള്ള രീതിയിൽ കള്ളു കുടിക്കുന്നവന്മാരൊക്കെയാണ്. പെരുമ്പാവൂരാണ് ഇപ്പോൾ പുള്ളി പിടിച്ചത്. ഈ ഒരു വീഡിയോ ഞാൻ 2 ദിവസം മുമ്പേ കണ്ടു. എന്നിട്ട് പുള്ളി ഹിന്ദിക്കാരെ പയ്യൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ബംഗാളിയാണെന്നാണ് പറയുന്നത് പയ്യൻ. അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, പിണറായി വിജയൻ അച്ചായേ, പിണറായി സഹാവ് അച്ചായ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ വരെ ചെറുതായിട്ടൊന്ന് ഊക്കി വിട്ടിട്ടുണ്ട്. പക്ഷേ ഇത് പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈ സ്ത്രീയുടെ ഫേസെങ്കിലും ഒന്ന് മറയ്ക്കായിരുന്നു പോയി. എന്തോ പോയി, ഒരു സ്ത്രീയല്ലേ, അവർ ആ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവരെ നമ്മളിങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ലല്ലോ. ഞാൻ എന്തുവാണേലും അവരുടെ ഫേസ് ഒന്ന് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അവരുടെ ഫേസ് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. അത് തെറ്റായി പോയി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കി വീഡിയോ നല്ലതായിരുന്നു. വീഡിയോയിൽ കള്ളു കുടിക്കുന്നത്, പരസ്യമായിട്ട് പകൽ സമയത്തിരുന്ന് കള്ളു കുടിക്കുന്നതും മറ്റേ റോഡ് സൈഡിലിരുന്ന് പാൻപരാഗ് വിൽക്കുന്നതും, പുള്ളി പരസ്യമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ ഹശീഷും ഇതൊക്കെ എല്ലാ സംഭവങ്ങളും കിട്ടും, പിന്നെ പ്രായപൂർത്തിയാവാത്ത പെണ്ണുങ്ങളെ വരെ കിട്ടും, അങ്ങനത്തെ കുറേ ഡയലോഗ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ പോലീസുകാർക്ക് എന്താണെങ്കിലും തലവേദനയായി. അവിടുത്തെ ACO DCO SPO DYSPO അവരൊക്കെ ഇപ്പോൾ തീ പിടിച്ച പോലെയായിരിക്കും. പക്ഷെ അത് ഒഴിവാക്കി കളയാനുള്ള സാധ്യതയുണ്ട്. ഇതല്ല, ഇത് ഇവിടെയല്ല എന്നൊക്കെ പറയാനുള്ള സാധ്യതകളുമുണ്ട്. ഇപ്പോൾ തെളിവ് കാണിച്ചാലും അത് പോലീസുകാർക്ക് വേണമെങ്കിൽ അത് തട്ടിക്കളയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇയാളിനി സൂക്ഷിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ല ഹിന്ദിക്കാരും പിടിച്ച് 2 ഇടി ഇടിച്ചിട്ട് അവന്മാർ ട്രെയിനിൽ കയറി അങ്ങ് പോവേ. ട്രെയിനിൽ കയറി 2 സ്റ്റേഷൻ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അവന്മാർ അവിടെ എവിടെയെങ്കിലും പോയിട്ട് ജോലി നോക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട് ഈ ഹിന്ദിക്കാരുമായിട്ടുള്ള പ്രശ്നത്തിൽ. അങ്ങനെ ഒരു ഇത് കള്ളുടിക്കുന്ന മറ്റേ ഒരു രംഗമാണ്. ഒരു മൂലയിലിരുന്നിട്ട് ഒരു 8-10 ആൾക്കാർ കൂടിയിട്ട് കള്ളുടിയത്. പക്ഷേ അവർ കൺട്രോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ഈ പയ്യൻ്റെ അടുത്ത് ചോദിക്കുന്നത്, പിണറായി സഹാവ് അച്ചായേ നല്ല ഡയലോഗായിപ്പോയി. എന്താണേലും സംഭവം വെടിപ്പായിട്ടുണ്ട്. ഇതുപോലത്തെ വീഡിയോസൊക്കെ വന്നാലാണ് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആൾക്കാർ അറിയും. ഇതൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് ഒരു വലിയൊരു കറേജാണ്, വലിയൊരു അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ സൂരജ് ഭായി കൊള്ളാം, പുള്ളി ചെയ്ത ഈ വീഡിയോ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. 1-2 തെറ്റ് ഈ മറ്റേ സ്ത്രീയുടെ ഫേസ് കാണിക്കാതിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എന്നാലും അത് പുള്ളി ചിലപ്പോൾ മാറ്റാനുള്ള സാധ്യതയുണ്ട്. അത്രയും ഭാഗം ബ്ലാക്ക് അടിക്കുകയോ അങ്ങനെ വല്ലതൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ മറ്റേ വുമൻസ് അസോസിയേഷനും അവരൊക്കെ വരും ഇതിൻ്റെ പുറകിൽ. താനെങ്ങനെയോ ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കുകയെന്നും പറഞ്ഞുകൊണ്ട്. അതാണ് ഇങ്ങനെ ഒരു സ്ഥലം നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. ഇത് ഗുജറാത്തോ ഉത്തർപ്രദേശോ മറ്റേ അരുണാചൽ പ്രദേശിൻ്റെ ബോർഡറോ മറ്റേ വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ബോർഡറോ ഒന്നുമല്ല എന്നുള്ളത് കാണിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇങ്ങനത്തെ വീഡിയോസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ പോലീസിനെയൊക്കെ ഒന്ന് തട്ടി ഉണർത്തുന്ന പോലെയാണ്. എന്തുകൊണ്ടാണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ പോലീസുകാർക്ക് ശരിക്കും പണിയായിട്ടുണ്ട്. ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഒരുപാട് ആൾക്കാർ കുത്തിപ്പൊക്കി ഇത് വലുതാക്കി വിടാനുള്ള സാധ്യതയുണ്ട്. ആണെങ്കിലും നോക്കാം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഇവന്മാർ എവിടെ പോയാൽ ഈ കുറേ ബാണങ്ങളുണ്ട്. മൊത്തം ഇന്ത്യക്കാരെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. നേരത്തെ തമിഴന്മാർ, പിന്നെ നമ്മൾ മലയാളികൾ തന്നെ, നമ്മൾ ഗുജറാത്തിലും അവിടെ ഇവിടെയൊക്കെ ബോംബെയിലൊക്കെ പോയി ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടാണ് പണ്ട് കാശുണ്ടാക്കിയിട്ടുള്ളത്. അതേ പരിപാടിയാണ് ഇപ്പോൾ ഹിസ്റ്ററി വന്ന് തിരിഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞ് നമുക്ക് മൊത്തം ഇന്ത്യക്കാരെ കുറ്റം പറയാനോ മൊത്തം തമിഴന്മാരെയോ അല്ലെങ്കിൽ നമ്മുടെ മലയാളീസിനെയോ വേറെ സ്ഥലങ്ങളിലുള്ള ആൾക്കാരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. പ്രവാസി ജീവിതം ലോകത്തിൽ ഒരുപാട് ആൾക്കാരെ കാണിച്ചു കൊടുത്തു തന്നെ നമ്മളെ മലയാളീസ് ഇല്ലാത്ത സ്ഥലങ്ങളില്ലല്ലോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ ഇവന്മാർ വന്നിട്ട് കുറച്ച് ആലമ്പൊക്കെയാണ് ഈ കഞ്ചാവ് ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്നതൊക്കെ നമ്മുടെ ആൾക്കാർ തന്നെ. പിന്നെ അവന്മാർ ട്രെയിനിൽ കൊണ്ടുവരുന്നുണ്ട്, അത് തന്നെ അവർക്കൊരു ബിസിനസ്സാണ്. അങ്ങനെ ഒരു ട്രെയിൻ ഉള്ളതുകൊണ്ട് ട്രെയിനിൽ ഈ വക കാര്യങ്ങളൊന്നും വലുതായിട്ട് ചെക്ക് ചെയ്യില്ലല്ലോ. ഇവന്മാർ സ്റ്റേഷനിൽ നിന്നല്ല കയറുന്നത്. ഇടയ്ക്ക് വണ്ടി സ്ലോ ആകുമ്പോഴും ഇടയ്ക്ക് വലിയ ആളില്ലാത്ത ആൾക്കൂട്ടമില്ലാത്ത സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും അവിടെ എവിടെയൊക്കെയാണ് കയറുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവന്മാർ ചെയ്യാറുണ്ട്. പിന്നെ എന്ത് പരിപാടി നടന്നാലും അത് ഇന്ത്യക്കാരനാണെന്ന് പറയാനും പറ്റില്ല. നമ്മുടെ നാട്ടിൽ കഞ്ചാവിൻ്റെ സിനിമകളും കഞ്ചാവ് മറ്റേ ഇടുക്കി ഗോൾഡും ഇതൊക്കെ ഉണ്ടല്ലോ. അതാണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ കാണാം ഇത് എന്തെങ്കിലും ഒരു തരംഗം സൃഷ്ടിക്കുമോ എന്നുള്ളത്. എന്നാണെങ്കിലും ഹാറ്റ്സ് ഓഫ് ടു മിസ്റ്റർ സൂരജ്. നല്ലൊരു വീഡിയോ ആണ്. ആ കൊച്ചിനെ സംഭവിച്ച പോലെയും വേറെ കുറേ ബലാത്സംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സ്ത്രീ പീഡനവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇതുപോലത്തെ ലഹരിയൊക്കെ അടിച്ചിട്ടാണ് ഈ തണ്ടികൾ നല്ല ഒരുത്തൻ അടിച്ചാലും 90% ഉള്ള ആൾക്കാർ ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യാൻ പോലീസ് പരമാവധി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനത്തെ ആ ഏരിയയിലല്ലേ ഹാൻഡ്സ് വയ്ക്കുന്നത് എന്നുള്ള രീതിയിൽ അവിടുത്തെ ലോക്കൽ പോലീസ് ഒന്ന് കണ്ണടച്ച് വേണം. പക്ഷേ അത് നമ്മുടെ ആൾക്കാർ പോയി മേടിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. പ്രശ്നം വലുതാവുമ്പോഴാണല്ലോ നമ്മുടെ നാട്ടിൽ എന്തൊരു കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് പുള്ളിയുടെ ഈ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് മാറട്ടെ, ഒരുപാട് ആൾക്കാർ കാണട്ടെ, എന്നിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.